ഹലോ ഹായ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. കുറേ ആയി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്, എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മീതെയായി തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മോണിറ്റൈസേഷനൊക്കെ കട്ടായിട്ടുണ്ട്. അത് കുറച്ച് അയക്കണം കേട്ടോ. ഞാൻ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് വീഡിയോസ് എടുക്കാനും ഇടാനും ഒന്നും പറ്റാതെ ആയി. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഇടാഞ്ഞത്. എടുക്കാനും ഇടാനൊക്കെ പറ്റുന്ന ഒരു സമയത്ത് നമ്മുടെ മോണിറ്റൈസേഷനും കട്ടായി. പിന്നെ വീണ്ടും ആദ്യം മുതൽ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആക്കണമല്ലോ എന്നൊക്കെ ആലോചിച്ചപ്പോൾ ആകെ ടെൻഷനും മടിയും ഒക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഇട്ടുകൂട്ടാം. എന്നാലും ഇപ്പോഴും നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ, നമ്മുടെ കൂട്ടുകാരൊക്കെ ഇപ്പോഴും എവിടെ പോയി എന്നൊക്കെ ചോദിച്ചിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ കമൻറ്റ് കാണാറുണ്ട് കേട്ടോ. അവരൊന്നും കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് നോക്കാറുമില്ല. പേഴ്സണലായിട്ടും കുറേ പേരൊക്കെ പറയാറുണ്ട് കേട്ടോ, പറ്റുമ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒന്ന് ഇട്ടുകൂടെയെന്ന്. പക്ഷേ ഇപ്പോൾ പിന്നെ അങ്ങനെയും പറ്റാതായി. എന്താണെന്ന് വെച്ചാൽ മോണിറ്റൈസേഷനും കട്ടായി. നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോസ് ഇട്ടാലാണ് വാച്ച് അവറായിട്ട് നമുക്ക് വീണ്ടും മോണിറ്റൈസേഷൻ ആവുള്ളൂ. അപ്പോൾ നാളെ ഇടാം ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഇന്നും എടുക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ട്രൈപ്പോഡൊക്കെ കേട് വന്നേക്കണു. അതും നമുക്ക് ഒന്നൊന്നായിട്ട് ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പൊടി തട്ടി സെറ്റാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഫോണ് വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ കുറച്ച് വീഡിയോ എടുക്കാം. നമ്മൾ വീണ്ടും വീഡിയോ ഇട്ട് നോക്കാം എത്ര പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യും. ആദ്യം നിന്ന പോലെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമോ അതൊന്നും അറിയില്ല. എന്തായാലും ഒരു പരീക്ഷണം പോലെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഈ വീഡിയോ സ്ഥിരമായിട്ട് ഇടണം. എന്തായാലും വ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇട്ടിട്ട് നമുക്ക് വീണ്ടും പഴയതുപോലെ ആവണം എന്നൊക്കെയാണ്. ഇപ്പോൾ ഈ വരവിൽ കുറച്ച് എന്താ പറയുക, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നടക്കുമെന്നൊന്നും അറിയില്ല. നടക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ അറിയിക്കും. പഴയതുപോലെയല്ല കേട്ടോ, വലിയൊരു ലക്ഷ്യമുണ്ട് എനിക്ക് ഇപ്പോൾ ഈ തിരിച്ചു വരവിൽ. അപ്പം അത് പറ്റുമെന്നൊന്നും അറിയില്ല. നമുക്കിങ്ങനെ വീഡിയോ റീച്ച് ആവുന്നോ വ്യൂസ് ഉണ്ടാവുന്നോ അതൊന്നും അറിയാത്ത സമയത്ത് നമുക്ക് വെറുതെ ഇട്ട് തുടങ്ങിയ സമയത്ത് നമുക്കതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും ഒരു ലക്ഷ്യം ഒക്കെ ആയിട്ട് തിരിച്ചു വരുമ്പോൾ അതെങ്ങനെയാവുന്നൊന്നും അറിയില്ല. എന്തായാലും ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ഇപ്പോഴും നമ്മുടെ വീഡിയോസൊക്കെ അല്ലെങ്കിൽ നമ്മളെ മറക്കാത്ത കുറേ പേരുണ്ട്. അവരൊക്കെ ഇപ്പോഴും നമ്മളെ ഞാൻ പറഞ്ഞല്ലോ അന്വേഷിക്കാറുണ്ട്, വീഡിയോസ് ഇടാൻ പറയാറുണ്ട്. നമ്മളെ പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെയാണ് കേട്ടോ നമ്മളെ വിളിച്ചിട്ട് നമ്മളറിയാം. അങ്ങനെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആളുകളൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അവർ കുറേ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്താണ് പ്രശ്നം, എന്താണ് വീഡിയോസൊന്നും ഇടാത്തത്, അപ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് ഇട്ടൂടെ, നമുക്ക് കുറേ ആളുകൾ കണ്ടിരുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇടണം എന്നൊക്കെ അങ്ങനെ വിചാരിക്കും. പറഞ്ഞല്ലോ, ഓരോ സാഹചര്യങ്ങളാണ്, അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇടാതിരുന്നത്. പിന്നെ ഇന്നിപ്പോൾ രാവിലത്തെ കുറച്ച് വീഡിയോ എടുത്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം ഞാൻ അത് രാവിലെ മക്കൾ പോകുമ്പോഴേക്കും ഏട്ടൻ പോകുമ്പോഴേക്കൊക്കെ ആവുകയും വേണം. ചിക്കൻ കറിയും പിന്നെ ചായക്കുള്ള കടി, പിന്നെ മക്കൾക്ക് ഉപ്പേരി, പിന്നെ ചോറ്, ഇതൊക്കെ ആവണം. അപ്പോഴേക്കും ഞാൻ ഇടപെടുന്നതിന് അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒട്ടും സമയമില്ല എന്നുള്ള ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നില്ല, കുറച്ച് സമയം കിട്ടും. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അടുപ്പിൽ വെക്കുക കേട്ടോ. ചിക്കൻ കറി അടുപ്പത്താണ് വെക്കാറ്. ഇപ്പോൾ നമ്മുടെ വിറകൊക്കെ തീർന്ന്, അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് ഗ്യാസിലാണ് കേട്ടോ, റൈസ് കുക്കറിലാണ് ചോറ് വെക്കണത്.
അപ്പോൾ ചിക്കൻ അടുപ്പിൽ വെക്കുമ്പോൾ ഞാൻ എണീച്ച വശം തന്നെ വേഗം ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിച്ചിട്ട് തലേദിവസം തന്നെ നമ്മുടെ ചിക്കനൊക്കെ പിന്നെ ഉപ്പും മുളകൊക്കെ പുരട്ടി കുറച്ച് ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് വെക്കൂട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് സവോള വഴറ്റാനും തക്കാളിയും സവോളയും വഴറ്റാനും മല്ലിയും മുളകും അങ്ങനെ ഇടാനുള്ള ഒരു ഇതിലാക്കി വെക്കും. അപ്പോൾ നമ്മൾ ഉരുളി വേഗം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ചിക്കൻ അങ്ങനെ തന്നെ ഇടും. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ലാഭിക്കാനും ഒക്കെ എളുപ്പമാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞാൽ അതുമ്മേ ചോറും വയ്ക്കാം. അപ്പോൾ നമുക്കിവിടെ ഗ്യാസിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചായയും കടിയൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാം, അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സവോള വഴറ്റാനായിട്ട് നിൽക്കണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഈ ചിക്കൻ തലേദിവസം ആക്കി വെച്ചത് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ ഇളക്കിയിട്ട് അടച്ച് വെക്കും കേട്ടോ. എന്നിട്ട് സവോളയും തക്കാളിയൊക്കെ വേഗം അരിഞ്ഞിട്ട് അതിലേക്ക് ഇടും. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ഞാൻ കെറ്റിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് ലാസ്റ്റാണ് കേട്ടോ ആവശ്യത്തിനുള്ളത് കുറച്ച് ഒഴിച്ചു കൊടുക്കും. മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ ഒരു ക്യൂബ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ എളുപ്പത്തിൽ ഓരോ പണികൾ ചേർന്നത്. ഇപ്പോൾ പക്ഷേ ഞാൻ സവോളൊക്കെ വഴറ്റിയിട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ തലേദിവസം ഞാൻ ഒക്കെ കായം പുരട്ടി മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി. പിന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചട്നിയും കൂടെ ഉണ്ടാക്കി. പിന്നെ മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് മുതിരപ്പേരി ഉണ്ടാക്കി. കിച്ചു ചിക്കൻ കൊണ്ടുപോകാറുണ്ട്, അച്ചുമോൾ കൊണ്ടുപോകാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ മുതിര ഉണ്ടാക്കി. പിന്നെ നമ്മുടെ സാധാരണ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ ചെയ്തത്. ഈ ഒരു ബോക്സ് ഞാനിപ്പോൾ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ കിച്ചൺ ഓർഗനൈസേഷനൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മുടെ പിന്നീടുള്ള വീഡിയോസിൽ ഓരോന്ന് കാണിക്കാം കേട്ടോ. കുഞ്ഞ് റേറ്റ് കുറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഇതേപോലെ ഓരോന്നൊക്കെ ഇതിലെന്ന് പറയുമ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ സവോള കട്ട് ചെയ്തിട്ടും തക്കാളി കട്ട് ചെയ്തിട്ടൊക്കെ അതിൽ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി തൊലി കളഞ്ഞിട്ട് അത്, ചുവന്നുള്ളി, പിന്നെ വേപ്പില അത്രയാണ് കേട്ടോ അതിലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ. ഇത് മാത്രം എടുത്ത് പുറത്തേക്ക് വെച്ചാൽ മതി. അതിൻ്റെ ആ ബോക്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഇങ്ങോട്ട് എടുക്കാനായിട്ട് പറ്റും. എൻ്റെ കയ്യിൽ മുന്നേ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ ഇടുന്ന ആ സ്റ്റാർട്ടിങ്ങിൽ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ കുറേ കള്ളികളൊക്കെ ഉണ്ട്. പക്ഷെ അതിങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അത് റൗണ്ട് ഷേപ്പാണ് കേട്ടോ. ഇതാകുമ്പോൾ സ്ക്വയർ ടൈപ്പ് ആകുമ്പോൾ നമുക്കൊന്നുകൂടി ഒതുങ്ങിയിരിക്കും. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിന് 110 രൂപയാന്ന് തോന്നുന്നു. ഇപ്പം അടുത്ത് മേടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സവോള ഞാൻ 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ചിക്കനിക്ക് 3 തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം അതിലേക്ക് തന്നെ എടുത്തു വെച്ചു. അപ്പോഴേക്കും ഇത് നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ റൈസ് കുക്കറിൽ വെക്കണതുകൊണ്ട് തന്നെ നല്ല അരിയാണ് കേട്ടോ വെക്കുന്നത്. പീടികയിലത്തെ അരിയാണ് വെക്കുന്നത്. ആദ്യം അടുപ്പിൽ വയ്ക്കുമ്പോൾ റേഷൻ്റെ അരിയാണ് കേട്ടോ വെക്കാറുള്ളത്. ഇത് റൈസ് കുക്കറിൽ നമ്മൾ തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിട്ട് ഒന്ന് കണ്ണ് തെറ്റി അതങ്ങനെ ചീയും അരി. അപ്പോൾ പിന്നെ ഇത് നമ്മളെ ഓണത്തിന് കിറ്റിൽ കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നും അരി തന്നെയാണ് കേട്ടോ വെച്ചത്. മറ്റേ അരി വെന്താലൊരു സോഫ്റ്റ് ഉണ്ടാവും. പക്ഷെ അതങ്ങനെയല്ല. അപ്പോൾ മറ്റേ ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനത്തെ ചോറ് കഴിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ദേട്ടനുള്ള ചോറ് ആക്കി. അപ്പോഴേക്കും അച്ചുമോളും അത് അവൾക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അച്ചും ഏട്ടനും ആദ്യം പോവും, പിന്നീടാണ് കിച്ചു പോവുക. അപ്പോൾ അതിന് പുറകെ തന്നെ പോവും. അവന് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇവിടുന്ന് കൂട്ടിന്. അപ്പോൾ പിന്നെ അവൻ നടന്നിട്ടാണ് പോവുക. അപ്പോൾ അതേ അങ്ങനെ ചോറൊക്കെ ആക്കി കൊടുത്തപ്പോൾ ഏട്ടനും അച്ചുമോളും പോയി. അപ്പോഴേക്കും ചാച്ചു എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ചാച്ചു വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, അമ്മ നമുക്ക് പിന്നെ ഇനി വീഡിയോ ഇടാമ്മ ഞാനും കൂടാന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ചാച്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ടെന്ന്. അവൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വേഗം വരാം. എല്ലാവർക്കും ബായ്.